Hi friends, welcome back. We in the video a headphone review on MIയുടെ ഒരു headphone ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സൂപ്പർ ബാസ് ബൂസ്റ്റഡ് headphone ആണ്. ഓവറോൾ ഈ ഒരു headphone എങ്ങനെയുണ്ട്? നമ്മൾ ഗിവ് അവേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ MIയുടെ ഒരു സൂപ്പർ ബേസിക് ഉള്ള ഒരു headphone വാങ്ങിച്ചാൽ എങ്ങനെയുണ്ടാവും? നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, MIയുടെ Superbass വയർലെസ് ഹെഡ്ഫോണിൻ്റെ റിവ്യൂ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഗിവ് അവേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ആ ഗിവ് അവേ വിന്നർ ഇതുവരെയായിട്ട് നമുക്ക് കമന്റ് ഒന്നും ഷെയർ ചെയ്ത് കണ്ടില്ല. പ്രതാപ്ജി എന്നുള്ള ചാനലിലാണ് അത് കമന്റ് ആയിട്ട് ആ വിന്നർ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് ഷെയർ ചെയ്യേണ്ടത്. ഇതുവരെയും ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വരുന്ന 4 ദിവസം കഴിയുമ്പോൾ നമ്മളിത് അടുത്ത വിന്നറെ പിക്ക് ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നതായിരിക്കും. അടുത്ത വിന്നറെ പിക്ക് ചെയ്യാന്ന് പറയുന്നത് ആദ്യത്തെ 2 അവറിൽ കമന്റ് ചെയ്യുന്ന ആളിൽ നിന്നുമായിരിക്കും നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെഡ്ഫോൺ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓവറോൾ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ MI Superbass വയർലെസ് ഹെഡ്ഫോണിന്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത്. 40mm ഡ്രൈവർ, 20 അവേഴ്സ് ബാറ്ററി ലൈഫ്, ബ്ലൂടൂത്ത് 5, ഓവറോൾ ഒരു ഗുഡ് സെറ്റപ്പ് തന്നെയാണ്. പുറമേ കാണാൻ നല്ലൊരു ബോക്സ് ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ അത്ര ഇംപ്രസീവ് അല്ല കാര്യങ്ങളെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് ജസ്റ്റ് പ്ലാസ്റ്റിക് കവർ തന്നെയാണ് കാണുന്നത്, വേറൊന്നും കാണുന്നില്ല. ഒരു സെറ്റായ രീതിയിലൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അത്ര നല്ലൊരു ഇംപ്രസീവ് ആയ ഒരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ ഒരു പാക്ക് ചെയ്ത് ചുമ്മാ അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു പാക്കിംഗ്, ഒരു 1700-1600 റേഞ്ചിലൊരു പ്രൊഡക്റ്റ്, അല്ല ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസുള്ള പ്രൊഡക്റ്റും നല്ല പാക്കിങ്ങിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇത് അത്ര നല്ലൊരു പാക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതിന് ഓക്സ് കേബിളും ചാർജിങ് കേബിളും വരുന്നുണ്ട്, പിന്നെ ഹെഡ്ഫോണും വരുന്നുണ്ട്. ഓക്സ് കേബിൾ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മേന്മയാണ്. വയർലെസ് ആണ്, അതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ വയേർഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഹെഡ്ഫോൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കുഴപ്പമില്ല, പക്ഷെ കയ്യിലൊക്കെ നമ്മൾ അങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു നല്ല ക്വാളിറ്റി അല്ല കാണുന്നത്. അതായത് ഒരു എന്താ പറയുക, ഒരു ചീപ്പ് പ്ലാസ്റ്റിക് എന്ന് പറയില്ലേ, ആ രീതിയിലുള്ളൊരു ബിൽറ്റാണ്. ഒരു നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. താഴേക്ക് വീണാൽ ഉറപ്പായിട്ടും ബ്രേക്ക് ആവുമെന്ന് തോന്നി. സോ ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ബോഡിയുടെ ക്വാളിറ്റി ഞാൻ പറയാം. ബട്ട് ഇത് ബിൽറ്റ് വൈസ് എന്തായാലും അത്ര നല്ലൊരു സ്ട്രോങ് ആയ മെറ്റീരിയൽ അല്ല. വളരെ ക്വാളിറ്റി കുറഞ്ഞൊരു പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ താഴെ വീണാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ചിലെ പല ഹെഡ്ഫോണുകളും ഇത്തരത്തിലുള്ള ഒരു ബിൽറ്റ് ക്വാളിറ്റി തന്നെയാണ്. എങ്കിൽ പോലും ഇത് കുറച്ചുകൂടി ഒന്ന് ലോ ക്ലാസ് പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഫീല്, ഈ ഒരു കൈ പിടിക്കുമ്പോഴായാലും ഉള്ള ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴുള്ള സൗണ്ടൊക്കെ ആയാലും ഒരു ഫീൽ കുറവുണ്ട്. സോ ബിൽറ്റ് വൈസ് ഞാൻ ഇതിനൊരു 5 അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ റേറ്റിംഗ് കൊടുക്കുന്ന മര്യാദയല്ല. അതുകൊണ്ട് ഒരു 5 റേറ്റിംഗ് ആണ് ഞാൻ കൊടുക്കുന്നുള്ളൂ. ബിൽറ്റ് വൈസ് അത്ര പോരാ. ഇതിന്റെ കുഷനൊക്കെ നോക്കിയാൽ വലിയ കുഴപ്പമില്ല, നല്ല തിരക്കേടില്ലാത്തൊരു കുഷനും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ വെക്കുമ്പോൾ വളരെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇത് ഓൺ ഇയർ ആണ്, ഓവർ ഇയർ അല്ല. അതേപോലെ തന്നെ കവേർഡ് ഒന്നുമില്ല. നോർമലി ചെവിയിൽ അമർന്നിരിക്കുന്ന ടൈപ്പാണ്. സോ ചെവിയിൽ അത്ര അമർന്നിരിക്കുമ്പോൾ ഒരു ഓൺ ഇയർ ടൈപ്പ് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. ആ ഒരു ഫീൽ തന്നെ വലിയ ബുദ്ധിമുട്ടെന്ന് പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നോക്കിയാൽ കംഫർട്ട് പറയുകയാണെങ്കിൽ ഒരു 7-8 ഒക്കെ പറയാം. ആ റേറ്റിംഗ് കൊടുക്കാം നമുക്ക്. ഇത്തരം ഓൺ ഇയർ ഹെഡ്ഫോണുകൾ വെച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓവർ ഇയർക്ക് ഉപയോഗിക്കുന്നവർ ഇത് വന്നെടുത്തിട്ട് ആ ഒരു റേഞ്ചിലുള്ള കംഫർട്ട് കിട്ടുമെന്ന് നോക്കരുത്. നല്ല സോഫ്റ്റ് കുഷനൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു നല്ല കംഫർട്ട് ഉണ്ട്. അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. കാരണം മുകളിലും ഒരു കുഷനൊക്കെ ഉണ്ട്, ഒരു ചെറിയൊരു കുഷനെ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഇത് വെക്കുമ്പോൾ കംഫർട്ടിന് വലിയ പ്രശ്നമില്ല. ഇനി ഇതിൻ്റെ പോർട്ട് ആൻഡ് ബട്ടൺസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈക്രോ USB പോർട്ട്, മൈക്ക്, അതേപോലെ തന്നെ 3.5mm ആ ഹെഡ്ഫോൺ ജാക്ക്, നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളുണ്ട്. മറ്റൊരു സൈഡിൽ നമുക്ക് ബട്ടണുകളുണ്ട്, വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും പവർ ഓഫ് ഓൺ ചെയ്യാനുള്ള ബട്ടണുകൾ. ഈ പവർ ഓഫ് ഓൺ ബട്ടൺ കൊണ്ട് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. ആകെ അത്രയുമാണ് ഇതിനകത്ത് ഒരു പോർട്ട് ആൻഡ് ബട്ടൺസ് ആയിട്ടുള്ളൂ. അത്രയും തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ്. സോ ഓവറോൾ എല്ലാ പോർട്ട് ആൻഡ് ബട്ടൺസ് കൺട്രോൾസ് ഒക്കെ ഉണ്ട്. റൈറ്റ് ലെഫ്റ്റ്, ഈ കുഷനകത്ത് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നോക്കി അലൈൻ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓവറോൾ ഇതിൻ്റെ ബിൽറ്റ് കംഫർട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ കംഫർട്ട് ഓക്കെയാണ്. ചെവിയിൽ അമർന്നിരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എങ്കിലും കുഴപ്പമില്ലാത്തൊരു കംഫർട്ട്. ബിൽറ്റ് ക്വാളിറ്റി വൈസ് അത്ര പോരാ. ഇനി നമുക്ക് ഇതിന്റെ ബ്ലൂടൂത്ത് റേഞ്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് റേഞ്ച് എനിക്കൊരു തോന്നുന്നു ഒരു റൂം അടുത്ത റൂമിലേക്കൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ നടന്നു നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് കടന്നാൽ ഉറപ്പായിട്ടും ഡിസ്കണക്ട് ആവും. ബ്ലൂടൂത്ത് 5 ആ ഒരു റേഞ്ച് തന്നെയാണ് നമുക്കൊരു ഗുഡ് ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. അത് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കണക്ടിവിറ്റിയിലൊന്നും വലിയ ഇഷ്യൂ എനിക്ക് തോന്നിയില്ല. മൈക്ക് ക്വാളിറ്റി ഇതിനകത്ത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, വയർലെസ് ഹെഡ്ഫോൺ വാങ്ങിക്കുമ്പോൾ മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. അത്ര പോരാട്ടോ. കാരണം ഒരു ആവറേജ് ആ ഒരു ലെവലിലും താഴെ തന്നെ നിൽക്കുന്നുള്ളൂ. മിക്കവാറും ഈ ഒരു വയർലെസ് ഹെഡ്ഫോണുകൾ ഈ ഒരു 1000 രൂപ 2000 രൂപ താഴേക്ക് നോക്കിയാൽ ഭൂരിഭാഗത്തിലും ആ ഒരു മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര ഒരു നല്ല ക്വാളിറ്റി വയർലെസ്സിൽ കിട്ടാറില്ല. ആ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഓക്സ് കേബിളൊന്നും അല്ല, ഇതിൽ തന്നെയാണ് മൈക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓക്സ് കേബിൾ കണക്ട് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. സോ കോൾ പർപ്പസിനൊന്നും വേണ്ടി ഇതാരും വാങ്ങിക്കാൻ നിൽക്കണ്ട. മ്യൂസിക് ലിസണിങ്ങിന് വേണ്ടിയിട്ട് ഒരു നോർമലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എടുക്കാം. മ്യൂസിക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
അത്ര ഒരു സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ബേസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് നല്ല ബേസിൽ അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാം, നല്ല കിലുക്കം ഉണ്ടാവും. ബട്ട് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട് ഇതിന്റെ മ്യൂസിക്കിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടേണ്ടുന്ന ഒരു ബേസ് കിട്ടുന്നുണ്ട്. ബട്ട് ബേസ് എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലാണ് ചിന്തിക്കുക. ബേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ട്, ബട്ട് ഒരു ഓവറോൾ പഞ്ചിയായ ഒരു അവസ്ഥ എന്ന് പറയുന്നുള്ളൂ. ശരിക്കും ഒരു ബേസ് എന്ന് പറയുമ്പോൾ ഒരു പഞ്ചിയായ മ്യൂസിക് നമുക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റിൽ കിട്ടാറുണ്ട്. ആ ഒരു സംഗതി ഇല്ല. ബേസ് ഉണ്ടെന്ന് തന്നെയുള്ളൂ, ഒരു ക്വാളിറ്റി, ഒരു ഓവറോൾ ബേസ് ക്വാളിറ്റി നമുക്ക് അതിനകത്ത് തോന്നിയില്ല. ബട്ട് ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാവുന്ന ഒരു നല്ല ബേസ് ഉണ്ട്. ബാക്കിയുള്ള സൗണ്ടുകളുടെ കാര്യം, വോക്കൽ എന്താ പറയുക, ലോസ്, ഹൈസ്, മിഡ്സ് അങ്ങനെ പറയുമ്പോൾ അതിൽ ബേസ് ഒഴികെ ബാക്കിയുള്ള സൗണ്ടൊന്നും അത്ര ഒരു സെറ്റ് ക്വാളിറ്റി ഒന്നും അല്ല. എങ്കിലും ഒരു ആവറേജ് ക്വാളിറ്റി എന്ന് ഞാൻ പറയുള്ളൂ. സോ ഓവറോൾ ഓഡിയോ ക്വാളിറ്റി നോക്കി വരുമ്പോൾ MID ഒരു ഹെഡ്ഫോൺ ഒരുപാട് പേര് ചോദിച്ചാൽ അത് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോഴാണ് നമുക്കിത് എടുത്ത് നോക്കാനുള്ള അവസരം കിട്ടിയത്. ഒരുപാട് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച്. ബട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് എന്നൊന്നും പറയാൻ തോന്നുന്നില്ല. ഒരുപാട് വോട്ടിൻ്റെ ഹെഡ്ഫോണൊക്കെ നമ്മളോട് ഒരുപാട് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കൊരു സെറ്റപ്പ് ഒന്നുമല്ല. ഓഡിയോ ബേസ് ഉണ്ട്, നല്ല ബേസ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കേൾക്കാം. ഒരു ആവറേജിൽ ഒരു 6-7 റേഞ്ചിലുള്ള ഒരു റേറ്റിംഗ് കൊടുക്കാവുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റിയാണ് ഓവറോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരു എബോവ് ആവറേജ് ക്വാളിറ്റി എന്ന് പറയാം. അതാണ് നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് ക്വാളിറ്റി. ഇനി ഇതിന്റെ ബാറ്ററി ലൈഫും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനിത് 20 hours കമ്പനി പറയുന്നുണ്ട്. അത്രയും ലോങ് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ബട്ട് ഓവറോൾ നമ്മളിതൊരു കുറച്ച് നേരമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കറിയാം ഇത് എത്ര നേരം നിൽക്കുന്നുള്ളത്. എന്തായാലും അവർ പറഞ്ഞ് 20 മണിക്കൂറൊക്കെ നിന്നില്ലെങ്കിലും ഉറപ്പായാലും 10 മണിക്കൂറിന് മുകളിൽ ഉറപ്പായിട്ടും കിട്ടും. സോ നല്ലൊരു ബാറ്ററി ലൈഫ് ഈ ഒരു ഹെഡ്ഫോണുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി ലൈഫുള്ള ഹെഡ്ഫോണാണ്. ബട്ട് ഓവറോൾ ബാക്കി കാര്യങ്ങൾ, ബിൽറ്റ് ക്വാളിറ്റി, സൗണ്ടൊക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് ലെവലിൽ എബോവ് ആവറേജ് എന്ന് പറയാവുന്ന ഒരു സെറ്റപ്പ് മാത്രമേ ഈ ഒരു ഹെഡ്ഫോണിനുള്ളൂ. സോ നിങ്ങൾ ഹെഡ്ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ ഒരു സൂപ്പർ ബാസ് വയർലെസ് ഹെഡ്ഫോണാണ് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ കോൾ ക്വാളിറ്റി അത്ര നന്നായിരിക്കില്ല, ബിൽറ്റ് ക്വാളിറ്റി അത്ര നന്നായിരിക്കില്ല. ബാക്കിയുള്ള ഓവറോൾ ഓഡിയോ ക്വാളിറ്റി നോക്കിയാൽ ഒരു എബോവ് ആവറേജ് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല, എങ്കിലും ഒരു എബോവ് ആവറേജ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഒരു ഷവമിയുടെ ഹെഡ്ഫോൺ, ബേസ് ഒക്കെ ഉള്ള ഹെഡ്ഫോൺ വേണമെങ്കിൽ ഇതിലേക്ക് നോക്കാം. ഒരു എബോവ് ആവറേജ് പ്രോഡക്റ്റ് എന്ന് മാത്രമാണ് എൻ്റെ ഒരു റിവ്യൂ. സോ അത്രയുമാണ് ഈ ഒരു ഹെഡ്ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഷെയർ ചെയ്തത്. ബട്ട് ഓവറോൾ ഒരുപാട് പേര് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ചിലപ്പോൾ പക്ഷേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അത് എങ്ങനെയുണ്ട്, നിങ്ങൾ ഇതിൻ്റെ മറ്റു റിവ്യൂസൊക്കെ കണ്ടു നോക്കിയിട്ട് ഓക്കെ ആണോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഒരു നല്ല സൂപ്പർ ബാസ് വയർലെസ് ഹെഡ്ഫോൺ എന്ന് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.